ഏതായാലും ആഗോളാഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഒപ്പം തന്നെ എക്സ്പെക്ടേഷൻസും നമ്മളോടൊപ്പം പങ്കുവെക്കുവാനുമായിട്ട് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സർ ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സർ, ഇന്നലത്തെ US മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ ഒരു പോസിറ്റീവ് ടോൺ ആയിരുന്നു പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഡൗ ജോൺസിലേക്ക് എത്തുമ്പോൾ 0.3% ഒരു നേട്ടം നൽകിയിട്ടുണ്ട്. S&P 500 0.72% ഒരു നേട്ടം നൽകിയപ്പോൾ നാസ്ഡാക്കും 1.35% ഒരു നേട്ടമാണ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ സൂചികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ആൽഫബറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. വാൾസ്ട്രീറ്റിൻ്റെ എസ്റ്റിമേറ്റിനെ മിസ് ചെയ്തുകൊണ്ട് നമ്പേഴ്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ മുന്നോട്ടേക്ക് ഇനി അമേരിക്കൻ ഇൻഡെക്സിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ഓൾ ടൈം ഹൈ തന്നെ ആയിരിക്കാം നമ്മൾ മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കരുതിയിരിക്കുന്നത്. ആ ഒരു ലെവലിൽ 2 തവണ നമ്മൾ ഒരു ടെസ്റ്റിംഗ് കണ്ടു കഴിഞ്ഞു. ആ ഒരു ലെവലിൽ നിലനിൽക്കുന്ന 45,071 പോയിന്റിലാണ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഡൗ ജോൺസ് ഇൻഡെക്സിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദിസ് മൊമെന്റ് നാസ്ഡാക്ക് ഇൻഡെക്സിലും അതുപോലെ തന്നെ ഡൗ ജോൺസ് ഇൻഡെക്സിലും നമുക്ക് കാര്യമായിട്ടൊരു ലോ റിസ്ക് ബൈയിങ് അവസരങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ പ്രധാന കാരണം സെപ്റ്റംബർ മാസത്തിന് ശേഷം ഇന്ത്യൻ വിപണിയിൽ നമ്മൾ വലിയൊരു കറക്ഷൻ കണ്ടെങ്കിലും അമേരിക്കൻ വിപണിയിൽ വി ഹാവ് സീൻ എ മേജർ അപ്പ് മൂവ്. അതിനെ തുടർന്ന് വാല്യുവേഷൻസ് അല്പം സ്ട്രെച്ച്ഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ലോ റിസ്ക് ആയിട്ട് വെരി ഫ്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി. കമോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോഴേക്കും ഏർലി അവേഴ്സിൽ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് കടന്നു വന്നിരുന്നു എങ്കിൽ പോലും പിന്നീട് ആ ഒരു ഹൈ ലെവൽസിൽ നിന്നൊരു കൺസോൾട്ടേഷൻ മോഡിലേക്കാണ് WTI ക്രൂഡ് പോയിരിക്കുന്നത്. WTI ക്രൂഡിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ നിലവിൽ ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലാണ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതിനോടൊപ്പം തന്നെ ബ്രെൻഡിലേക്ക് പരിശോധിക്കുകയാണെങ്കിലും ബ്രെൻഡിലും സമാനമായിട്ടുള്ള സ്ഥിതി തന്നെയാണ്. ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിൽ 75.6 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ടേക്ക് പോകുന്നത്. ക്രൂഡിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. ക്രൂഡിന്റെ കേസിൽ ഒരു പുതിയ നല്ലൊരു സപ്പോർട്ട് ബേസ് $69.90 ഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ആ ഒരു സപ്പോർട്ട് ലെവൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ആദ്യം തന്നെ സ്ഥിരീകരിക്കണം. നമുക്ക് വളരെ ഷോർട്ട് ടേമിന് വേണ്ടി ഒരു ട്രേഡിംഗ് അവസരം നോക്കുകയാണെങ്കിൽ $74.60 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് $77 ഗോൾഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൽ ഇപ്പോഴും $2,850 എന്നൊരു നിലയ്ക്ക് മുകളിലാണ് ട്രേഡിംഗ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇന്നത്തെ ഒരു ഡേ ഹൈ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2,854.06 എന്നൊരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഏകദേശം അതിന് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് നിലവിൽ ട്രേഡിംഗ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇപ്പോഴും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് സ്വർണത്തിന്റെ കേസിൽ ഒരു കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,834 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ആഭ്യന്തര വിപണിയിൽ ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ട്രെൻഡിങ് ഡേ എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന തരത്തിലൊരു മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. ത്രൂ ഔട്ട് ദ ഡേ പരിശോധിക്കുമ്പോൾ 23,400 എന്നൊരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വീണ്ടും 23,700 എന്നൊരു ലെവൽ റീക്ലെയിം ചെയ്യാനും ഒപ്പം തന്നെ ആ ഒരു ലെവലിൽ മുകളിൽ ക്ലോസ് ചെയ്യാൻ 23,739.25 എന്നൊരു നിലയിൽ ക്ലോസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഈ ഒരു മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു ഷോർട്ട് കവറിംഗ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഷോർട്ട് ടേമിലെങ്കിലും ഒരു ട്രെൻഡ് റിവേഴ്സൽ ഒരു സാധ്യത നിഫ്റ്റി 50 കാണുന്നുണ്ടോ? നിഫ്റ്റി 50യുടെ കേസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെപ്റ്റംബർ മാസത്തിന് ശേഷം നമ്മൾ വലിയൊരു കറക്ഷനാണ് കണ്ടിരുന്നത്. സോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് മാർക്കറ്റിൽ റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ട്രേഡിൽ വീണ്ടും നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി മാർക്കറ്റിൽ കാണാൻ സാധിച്ചു. അവിടെ നിന്നായിരുന്നു ഇന്നലെ നിഫ്റ്റി 50യിൽ നമുക്കൊരു ശക്തമായ തിരിച്ചുവരവ് കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ നല്ലൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. സോ ഇന്നും കൂടെ നമുക്കൊരു പോസിറ്റീവ് നോട്ടിൽ നിഫ്റ്റി 50ക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യപ്പെടും. അങ്ങനെ നമ്മൾ ഓൾറെഡി ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 23,300 പോയിന്റ് ആയിരിക്കണം.
ബട്ട് നിഫ്റ്റി 50 ഒരു സേഫ് സോണിലോട്ട് നിഫ്റ്റി 50 എത്തണമെങ്കിൽ 24,300 പോയിന്റിന്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. ദാറ്റ് ഇസ് ദ മേജർ റെസിസ്റ്റൻസ് നമ്മളെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ എടുത്ത് ചോദിക്കുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് സെഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് FIS നേരിയ തോതിലെങ്കിലും തിരിച്ചു വരുന്നൊരു കാഴ്ചയായിരുന്നു. ഏകദേശം 809 കോടി രൂപയുടെ ഒരു ഓഹരികളാണ് ഇന്നലെ FIS വാങ്ങിയിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള 23 കോൺസിക്യൂട്ടീവ് സെഷൻസിൽ വിറ്റഴിച്ചതിന് ശേഷം സെല്ലിങ്ങിന് ശേഷമാണ് FISന്റെ നേരിയ തോതിലൊരു തിരിച്ചുവരവ് കാണുന്നത്. FISന്റെ ഈ ഒരു മൂവിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഞാൻ FISന്റെ ആക്ടിവിറ്റീസിനെ ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിയാണ്. ആൻഡ് പ്രേക്ഷകർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ FIS വാങ്ങിച്ചു അല്ലെങ്കിൽ വിറ്റു, ഇത്രയും കോടി രൂപയ്ക്ക് വാങ്ങിച്ചു, ഇത്രയും കോടി രൂപയ്ക്ക് വിറ്റു എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ലഭിക്കുന്നത് മാർക്കറ്റിന്റെ ട്രേഡിംഗ് അവസാനിക്കുന്ന സമയത്താണ്. നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് അത് വെച്ചിട്ട് നമുക്ക് ലോ റിസ്കിൽ ഒരിക്കലും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് അല്ലെ ബൈയിങ് ലെവൽസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട്സ് കാഴ്ചവെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നല്ല വാല്യുവേഷൻസിൽ കിട്ടുന്ന സ്റ്റോക്സിലൊക്കെ ആയിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ആൻഡ് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് FIS വാങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആ ലോ റിസ്കിൽ ബൈങ് അവസരങ്ങൾ കണ്ടെത്തണം. ഇപ്പം നമ്മൾ മാർക്കറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ നിരവധി സ്റ്റോക്സിൽ നമുക്ക് നല്ല അട്രാക്റ്റീവ് വാല്യുവേഷൻസിൽ ഒത്തിരി ബൈങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു എടുത്തു പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോഴ്സ്, TVS മോട്ടോ, ഒല ഇലക്ട്രിക് മുതലായ സ്റ്റോക്സിലൊക്കെ ഐ സി എ ലോട്ട് ഓഫ് അപ്സൈഡ് പൊട്ടൻഷ്യൽ. ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവായിട്ടാണ് ഈ സമയത്ത് കാണുന്നത്. സോ അത്തരം ആയിരിക്കണം നമ്മുടെ അനാലിസിസ് മുഴുവൻ ഫോക്കസ് ചെയ്യേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിൽ തന്നെ നിഫ്റ്റി ബാങ്കിൽ നോക്കുമ്പോഴേക്കും നിഫ്റ്റി ബാങ്കിലും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ആയിരുന്നു കടന്നു വന്നിരുന്നത്. 50,157.95 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡേ ഹൈ എന്ന് പറയുന്നത് 50,200 മുകളിലൊരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചു. അതായത് 50,206.6 എന്നൊരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണ് എന്നെങ്കിൽ താങ്കൾ ഇതേ പ്ലാറ്റ്ഫോമിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 50,300 നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടുള്ളൊരു മേജർ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. ഈ ഒരു മൂവിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ ഒരു 50,300 എന്നൊരു ലെവൽ ഇത് ഷോർട്ട് ടേമിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് നിഫ്റ്റി ബാങ്കിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് നിഫ്റ്റി 50 പോലെ തന്നെ സിമിലർ പാറ്റേൺ ആണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ ആ ശക്തമായ ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ഷോർട്ട് ടേമിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കറന്റ് ലെവൽസിൽ നിന്നും നിഫ്റ്റി 50 ആദ്യം ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് ഇപ്പോൾ 50,600, അതിനുശേഷം 51,100 ആയിരിക്കും. 51,100 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ തന്നെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഇതിലൊക്കെ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ RBI ഇൻട്രസ്റ്റ് നിരക്ക് കുറയ്ക്കുകയോ കുറയ്ക്കില്ലേ, ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. മൈ എക്സ്പെക്ടേഷൻ RBI ഒരു 0.5% ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. 0.5% ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് എ വെരി പോസിറ്റീവ് ഇഫക്റ്റ് ഓൺ ദി എൻറ്റയർ ഷെയർ മാർക്കറ്റ്. അതിലെടുത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഓട്ടോ മേഖല, ബാങ്കിങ് മേഖല, റിയാലിറ്റി ആൻഡ് കൺസ്യൂമർ ഡ്യൂറബിൾ. സർ, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരുമ്പോഴേക്കും ഇന്നലെ വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് എല്ലാ സെക്ടേഴ്സിലും നടന്നപ്പോൾ പോലും ട്രെൻഡിൻ്റെ ഓഹരികളിൽ വളരെ ഹെവി ആയിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. പ്രത്യേകിച്ചും ഏകദേശം 6.5% അല്ലെങ്കിൽ 6.27% ഇടിവിലാണ് ട്രെൻഡിൻ്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ട്രെൻഡ് ഓഹരികളുടെ ഒരു ട്രെൻഡിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ട്രെൻഡിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ട്രെൻഡിന്റെ കേസിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, ജനുവരി 28 ആയിരുന്നു അതിൻ്റെ ഒരു മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ബഡ്ജറ്റിന്റെ ആ ഒരു സമയത്ത് ട്രെൻഡിന്റെ കേസിൽ നമുക്ക് വളരെ ശക്തമായിട്ടൊരു ഷോർട്ട് കവറിങ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് അതിനെ തുടർന്നുള്ള നേരിയ കറക്ഷനായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമ്മൾ കണ്ടത്. ട്രെൻഡിന്റെ കേസിൽ 5,590 രൂപയിൽ നമുക്കൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കറന്റ് ലെവൽസിൽ നമുക്കൊരു തീർച്ചയായിട്ടും ഐ തിങ്ക് വി ക്യാൻ ടേക്ക് എ ലോങ് പൊസിഷൻ. ഇത് എഗൻസ്റ്റ് ദ ട്രെൻഡ് ആയിരിക്കും, ഒരു അല്പം റിസ്ക് കുറച്ച് അധികമായിരിക്കും, എങ്കിൽ പോലും ഐ തിങ്ക് ഇറ്റ് ഇസ് വർത്ത് ദ റിസ്ക്. ട്രെൻഡിന്റെ കേസിൽ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 6,420. ആ ഒരു ലെവലിന്റെ മുകളിൽ ട്രെൻഡിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും.
യെസ്, അതിനോടൊപ്പം തന്നെ ബജാജ് ഓട്ടോയിലുള്ളൊരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ഏകദേശം ബജാജ് ഓട്ടോയുടെ ഒരു ചാർട്ട് പരിശോധിക്കുമ്പോഴേക്കും നിഫ്റ്റി 50 അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ അടിച്ച ഏകദേശം അതേ ടൈമിൽ തന്നെയാണ് ബജാജ് ഓട്ടോയിലും അത്തരത്തിലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം തുടർച്ചയായിട്ട് കറക്ഷൻ നേരിട്ട് വരുന്നൊരു ഓഹരി കൂടിയാണ് ബജാജ് ഓട്ടോ. എന്നാൽ കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് പരിശോധിക്കുമ്പോഴേക്കും 1-2 ട്രേഡിംഗ് സെഷൻസ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പോലും നല്ലൊരു ബൈങ് ഈ ഒരു ഓഹരിയിൽ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്നലെ ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലാണ് ബജാജ് ഓട്ടോ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബജാജ് ഓട്ടോയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബജാജ് ഓട്ടോയില് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ നിഫ്റ്റി 50യെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോറിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. ബജാജ് ഓട്ടോയിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ ട്രിഗർ ലെവൽ 9,100 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 9,300, അതിനുശേഷം 9,700 ആയിരിക്കും. 9,700 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. അതിനുശേഷം ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന സിമിലർ സ്റ്റോക്ക് ഹീറോ മോട്ടോ. സിമിലർ പാറ്റേൺ നമുക്ക് ഹീറോ മോട്ടോസിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഡൗൺ സൈഡ് റിസ്ക് വളരെ വളരെ കുറവായിട്ടാണ് കാണുന്നത്. 4,360 രൂപയിലാണ് റെസിസ്റ്റൻസ് കാണുന്നത്. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 4,600, 4,800, 5,000 രൂപയും. 5,000 റെസിസ്റ്റൻസ് അഗെയിൻ ഇത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഹ്യൂജ് അപ്സൈഡാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ധാരാളം പ്രേക്ഷകർ ക്വസ്റ്റ്യൻസുമായി എത്തിയിട്ടുണ്ട്. ഒരു പ്രേക്ഷകൻ കാനറ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 2.5% മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് കാനറ ബാങ്കിൻ്റെ ഓഹരികൾക്ക് സാധിച്ചിരുന്നു. കാനറ ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കാനറ ബാങ്കിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഇന്നലെ നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ അത്രയും റിക്കവറി കണ്ടിട്ട് പോലും ഈ ഒരു സ്റ്റോക്കിൽ ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നതായിട്ട് കാണാൻ സാധിച്ചില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 87 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിന്റെ ഒരു ബുള്ളിഷ് ട്രിഗർ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് 102 രൂപയിലാണ്. കാനറ ബാങ്കിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് എൻ്റെ ആക്ച്വലി ഒരു ഇൻട്രസ്റ്റ് വന്നിരിക്കുന്ന ഒരു പബ്ലിക് സെക്ടർ സ്റ്റോക്ക് ഇസ് ആക്ച്വലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ ഒരു സ്റ്റോക്കിൽ 800 അതിന് ശേഷം 822 രൂപയിലോ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം ഒരു പ്രേക്ഷകൻ CG പവറുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 3% മുകളിലൊരു നേട്ടം നൽകി ക്ലോസ് ചെയ്യാനായിട്ട് CG പവറിന് സാധിച്ചിരുന്നു. CG പവറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? CG പവറിന്റെ കേസിൽ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി CG പവറിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന് 518 രൂപയിൽ ഒരു സപ്പോർട്ട് ലെവൽ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആദ്യത്തെ 642, അതിനുശേഷം 702 രൂപ. യെസ്, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകനല്ല ഒന്നിലധികം പ്രേക്ഷകർ കല്യാൺ ജുവലേഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ജനുവരിയിൽ ഏകദേശം 40% അതിൻ്റെ ഒരു 52 വീക്ക് ഹൈയിൽ നിന്ന് കറക്റ്റ് ചെയ്തൊരു ഓഹരി കൂടിയായിരുന്നു കല്യാൺ ജുവലേഴ്സ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം തുടർച്ചയായിട്ട് നേട്ടം നൽകി വരുന്നുണ്ട്. ഇന്നലെയും 12% ഒരു നേട്ടമാണ് കല്യാൺ ജുവലേഴ്സിൽ നടന്നിരിക്കുന്നത്. കല്യാൺ ജുവലേഴ്സിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ താങ്കൾ കാണുന്നുണ്ടോ, അതോ വീണ്ടും ഒരു ഷോർട്ട് കവറിംഗ് തന്നെയാണോ കാണുന്നത്? അല്ല, നമുക്ക് കല്യാൺ ജുവലേഴ്സിന്റെ കേസിൽ കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ ശക്തമായിട്ടൊരു റിക്കവറി കണ്ടിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതൊരു ഷോർട്ട് കവറിനായിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 612, അതിനുശേഷം 655. വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി ഈ രണ്ട് റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന്. അതിനുശേഷം മാത്രമേ നമുക്കൊരു ലോ റിസ്ക് ബൈയിങ് ലെവല് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. യെസ് സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് SBIയുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ്. SBIയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഞാനിപ്പോൾ നമ്മൾ കാനറ ബാങ്കിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് SBIയെ കുറിച്ച് ഒരു വ്യൂ നൽകിയിരുന്നു. സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സോ ഇതിന്റെ മേജർ ആയിട്ട് രണ്ട് റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 800, അതിനുശേഷം 822. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ സ്റ്റോക്ക്. ഇതിന്റെ മേജർ സപ്പോർട്ട് ഏരിയ കാണുന്നത് 725 രൂപ.
ഒരു പ്രേക്ഷകൻ ടി വി എസ് ഹോൾഡിംഗ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1.83% നേട്ടത്തിൽ 9340.95 എന്നൊരു നിലയിൽ ക്ലോസ് ചെയ്തിരുന്നു. ടി വി എസ് ഹോൾഡിംഗ്സിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയായിരിക്കും? So TVS Holdings in the case at the moment long and short term trend രണ്ടും bearish ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിലും ശക്തമായിട്ടൊരു കറക്ഷൻ കഴിഞ്ഞ 2-3 മാസത്തിനിടെ നമ്മൾ കണ്ടിരിക്കുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നില്ല ഈ സ്റ്റോക്ക് 8780 രൂപയുടെ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന്. സോ നമ്മൾ ഇതിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങാം. ബട്ട് ഇതിൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 10,420 റുപ്പീസിന്റെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 12,000 രൂപയിലാണ് കാണുന്നത്. ABB ഇന്ത്യയിലുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ABB ഇന്ത്യ ഇന്നലെ 8% മുകളിൽ ഒരു നേട്ടം നൽകി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ABB ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ABB ഇന്ത്യയുടെ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ December 17 ശേഷം ഒരു കറക്ഷൻ, ഒരു റിക്കവറി അല്ലെങ്കിൽ ഒരു ഷോർട്ട് കവറിംഗ് പോലും കാണാതെ തുടർച്ചയായിട്ട് 8,000 രൂപയിൽ നിന്ന് 5,200 രൂപ വരെയായിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്ന ഇടിവ്. സോ ഇന്നലത്തെ ആ ഒരു റിക്കവറി നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് ആദ്യം തന്നെ 6,000, അതിനുശേഷം 6,450. സോ വി ഹാവ് ടു വെയിറ്റ്. ഇതിൽ ഒരു ലോ റിസ്ക് ബൈങ് അവസരം ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു വ്യൂ ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ 5% നേട്ടത്തിൽ 245.75 എന്ന നിലയിൽ അപ്പർ സർക്യൂട്ടിലായിരുന്നു റിലയൻസ് ഇൻഫ്രയുടെ ഓഹരികൾ ക്ലോസ് ചെയ്തിരുന്നത്. റിലയൻസ് ഇൻഫ്രയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റിലയൻസ് ഇൻഫ്രയുടെ കേസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ടു സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ ഫോം ചെയ്തു വരുന്നത് 228 രൂപയിലാണ്. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് സി ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന്. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 290 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇതിൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കാൻ പോകുന്നുള്ളൂ. അടുത്തതായിട്ട് PSP പ്രൊജക്ട്സ് ലിമിറ്റിലുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. PSP പ്രൊജക്ട്സ് കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. PSP പ്രൊജക്ട്സിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? PSP പ്രോജക്ട്സ് ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ളൊരു കാര്യം മറക്കരുത്. ഇതിൽ കാര്യമായിട്ട് ട്രേഡിംഗ് വോള്യൂംസ്, ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇതിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്ക് ട്രേഡിങ്ങിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് അല്ല. ഇതിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഇൻവെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി 710 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ യു ക്യാൻ ടേക്ക് എ ലോങ് പൊസിഷൻ. അടുത്തതായിട്ട് ജുപ്പിറ്റർ വാഗൺസ് ലിമിറ്റുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ വിപണിയിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ ഒരു ട്രെൻഡ് ഉണ്ടായപ്പോൾ പോലും 1.5% മുകളിൽ ഒരു ഇടിവിലാണ് ജുപ്പിറ്റർ വാഗൺസിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജുപ്പിറ്റർ വാഗൺസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ജുപ്പിറ്റർ വാഗൺസിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തന്നെ തുടരുന്നു. നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടെത്തിയെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 338 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 400, 420, 440. ഒന്നിലധികം പ്രേക്ഷകർ RVNL-മായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. RVNL-ഉള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? RVNL-ന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ബട്ട് RVNL-ന്റെ കേസിൽ ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 423. 423ന്റെ റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 482. 482ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. HL-ഉള്ളൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. HL ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ബൈങ് ഇൻഡസ്ട്രി കടന്നു വന്നിട്ടുണ്ടായിരുന്നു. HL-ലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? HL-ന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ ഇന്നലെ കണ്ടിരിക്കുന്ന റിക്കവറി അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ഷോർട്ട് കവറിംഗ് ആയിട്ടേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ.
ഇത് ഫേസ് ചെയ്യുന്ന മേജർ 2 റെസിസ്റ്റൻസ് ലെവൽ ആദ്യം തന്നെ 4000, അതിനുശേഷം 4270. അടുത്തതായിട്ട് ഓറിയന്റൽ അരോമാറ്റിക്സ് ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഈ ഓഹരി ഇന്നലെ 6.5% മുകളിലുള്ള ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓറിയന്റൽ അരോമാറ്റിക്സ് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഓറിയന്റൽ അരോമാറ്റിക്സ് ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ട് വിലയിരുത്തുന്നത്. ആൻഡ് ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. സ്റ്റോക്കിൽ നമുക്ക് ഒരു ലോ റിസ്ക് ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവച്ച് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 325 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്വിഗ്ഗിയിലുള്ള വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. സ്വിഗ്ഗിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ സ്വിഗ്ഗിയുടെ കേസിൽ നമുക്ക് കഴിഞ്ഞ 1-1.5 മാസത്തിനിടെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുമുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് 380 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. അടുത്തതായി JSW എനർജിയിലുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. JSW എനർജിയുടെ ഓഹരികൾ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് 5.5% മുകളിലുള്ളൊരു നേട്ടത്തിലാണ്. JSW എനർജിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? JSW എനർജി അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിലും നമുക്ക് ഒരു ലോ റിസ്ക് ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 435 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ആദ്യത്തെ 500, 540, 582. അടുത്തതായിട്ട് ഗ്രീവ്സ് കോട്ടൺ ലിമിറ്റഡിലുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രീവ്സ് കോട്ടൺ കഴിഞ്ഞ ദിവസം 2.5% നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രീവ്സ് കോട്ടണിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഗ്രീവ്സ് കോട്ടൺ വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. ബട്ട് ഈ ഒരു സ്റ്റോക്കിന് ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ദാറ്റ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്രത്തോളം വീക്ക്നെസ് കഴിഞ്ഞ 5-6 മാസത്തിനിടെ കണ്ടെങ്കിലും ഗ്രീവ്സ് കോട്ടണിൽ അങ്ങനെ ഒരു സെല്ലിംഗ് പ്രഷർ ഒന്നും തന്നെ നേരിട്ടിട്ടില്ല. അണ്ടർടോൺ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തെ 300, അതിനുശേഷം 315, 330. അടുത്തതായിട്ട് ടാറ്റ പവറിലുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ പവറിൻ്റെ ഓഹരികൾ ഇന്നലെ 1.96% നേട്ടത്തിൽ 361.85 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ പവറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ പവറിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന് 338 രൂപയിൽ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് 338 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 385, 400, 425. വേൾപൂളിലൊരു വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ 2.5% ഇടിവിൽ 1152 രൂപ എന്ന നിലയിലാണ് വേൾപൂൾ ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വേൾപൂളിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി വേൾപൂളിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമുക്ക് ഈ സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1070 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തതായിട്ട് എഞ്ചിനീയേഴ്സ് ഇന്ത്യയിലുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ ഓഹരികൾ കഴിഞ്ഞ ദിവസം 2% മുകളിലുള്ള ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എഞ്ചിനീയേഴ്സ് ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ കേസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ട് തുടരുന്നത്. ബട്ട് നമ്മൾ നേരത്തെ FIIസിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. സോ യു സി നമ്മൾ FIIs തിരിച്ചു വരുന്ന സമയത്ത് ഇത്തരം ബീറ്റ് ആൻഡ് ഡൗൺ സ്റ്റോക്സിലൊക്കെ ആയിരിക്കും അവർ ഫോക്കസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലൊക്കെ കംഫർട്ടബിൾ ആണെങ്കിൽ ഇത്തരം സ്റ്റോക്സിലൊക്കെ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ബൈങ് അവസരങ്ങൾ ബൈങ് തുടങ്ങാം. അങ്ങനെ നമ്മൾ ഇന്ന് ബൈങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 150 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 182, അതിനുശേഷം 200, 222. 222ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിലെ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും.
അടുത്തതായിട്ട് സുസ്ലോണുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സുസ്ലോൺ എനർജി കഴിഞ്ഞ ദിവസം 0.85% നേട്ടത്തിൽ 56.85 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സുസ്ലോൺ എനർജിയിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സുസ്ലോൺ എനർജിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ബട്ട് ട്രെൻഡ് റിവേഴ്സലിന് ഒരു നല്ല സാധ്യത കാണുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 58 രൂപ 80 പൈസ. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 62, അതിനുശേഷം 65. 65ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും ഒരുപാട് പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. നിങ്ങളുടെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യാനും ഒപ്പം തന്നെ നിരവധി പ്രീമിയം ഷോസും ഒപ്പം തന്നെ സെബി രജിസ്റ്റേഡ് അനലിസ്റ്റുമാരുടെ എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെ ലൈവായിട്ട് കാണാനും ഒപ്പം തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ഒക്കെ ആയിട്ട് മൈഫിൻ ടിവിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോസ് നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ്. ഏതായാലും ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സ്റ്റേ ട്യൂൺഡ്.